ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലാണ് പോയത്. വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ അകത്ത് കയറി തൊഴുത് നമ്മൾ വെളിയിലിറങ്ങി. ഫ്രണ്ടിൽ നിന്നപ്പോഴാണ് നമ്മൾ ആ നരസിംഹമൂർത്തിയുടെ ഫോട്ടോ ഫ്രണ്ടിലുണ്ടായിരുന്നു. നല്ലൊരു വൈബായിരുന്നു കേട്ടോ അവിടെ. ആ ഭഗവാനെ കണ്ടപ്പം പിന്നെ നമ്മളെ ഭഗവാനെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് തൊഴുത്. നല്ല തിരക്കുണ്ടായിരുന്നു, ആ ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ തൊഴുത് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ ആ അമ്പലത്തിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ മുകളിൽ തന്നെ ഒരു മയിലുണ്ടായിരുന്നു. മയിലിന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് വീട്ടിൽ വന്നു. നല്ല ചൂടായിരുന്നു. എന്നിട്ട് നമ്മൾ അടുക്കളയിൽ കയറിയുള്ള ജോലി മൊത്തം ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ മോൻ എനിക്ക് തന്ന പണിയാണ്. ഉള്ള ക്യൂടെക്സ് മൊത്തവും പുറത്ത് മൊത്തവും വാരി തേച്ച് നല്ല പണി കിട്ടി. എന്നിട്ട് ആ ജോലിയെല്ലാം തേച്ച് പറക്കി കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഇന്നൊരു ചെറിയൊരു സദ്യയാണ് വീട്ടിൽ ഒരുക്കിയത് മക്കൾക്ക് വേണ്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു വെയിലൊക്കെ താന്നതിന് ശേഷം വീട്ടിൽ കുറച്ച് കൃഷിപ്പണി തുടങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ വെണ്ട, പയർ, മുളക്, പാവയ്ക്ക ഇതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വിത്തൊക്കെ ഇട്ട് ആദ്യം ക്ലീൻ ചെയ്ത് വിത്തൊക്കെ ഇട്ട് ആദ്യം പയറാണ് ഇട്ടത്. പയർ വിത്തിട്ട് പിന്നെ വെണ്ട, പിന്നെ മുളക്, പിന്നെ പാവയ്ക്കയുടെ വിത്തിട്ട് ഇതെല്ലാം ഇട്ട് നല്ല ജോലിയായിരുന്നു. ഇന്ന് ഞായറാഴ്ച ഒരു ദിവസമാണ് എനിക്ക് കിട്ടുന്ന ദിവസം. ആ ദിവസം എന്തെങ്കിലുമൊക്കെ ജോലി എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ഇത് നമുക്കല്ലേന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്യാറാണ് പതിവ്. അങ്ങനെ ഇവിടെയാണ് നമ്മൾ ആ വിത്തിട്ട സ്ഥലം. അങ്ങനെ എൻ്റെ മോള് ചെടികളിലൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളമൊഴിച്ച് ഈ കുറച്ച് ചെടി ഉണ്ടായിരുന്നു, അതെല്ലാം വാടിപ്പോയി. ഒരു ശ്രദ്ധക്കുറവ് മൂലം എല്ലാം വാടിപ്പോയി. അങ്ങനെ ഞാൻ സന്ധ്യാവാറായപ്പോൾ മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കി അടിച്ചു വാരി വൃത്തിയാക്കുകയാണേ. എന്നിട്ട് വിളക്കൊരുക്കിയപ്പോഴാണ് കണ്ടത്, ഈ വിളക്ക് തേച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ വിളക്കിൻ്റെ ആ മുകൾ ഭാഗം പൊട്ടി, 2 ഭാഗവും പൊട്ടിയിരുന്നു കേട്ടോ. പിന്നെയാണ് ഞാൻ കണ്ടത്. അങ്ങനെ അപ്പോഴത്തന്നെ ഞാൻ പോയി ഒരു വിളക്ക് വാങ്ങിച്ച്. അമ്മ പറഞ്ഞ് പൊട്ടിയ വിളക്ക് വീട്ടിൽ വെച്ചുകൂടാ, ദോഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ വിളക്ക് കൊടുത്തിട്ട് വേറൊരു നല്ല വിളക്ക് വാങ്ങിച്ച് കത്തിക്കുകയാണ്. എന്നിട്ട് കത്തിച്ച് കഴിഞ്ഞ് ഞാനും മക്കളും കുറച്ച് നേരം ഇരുന്ന് രാമരാമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് കഴിയും. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്ന് ഇത്രയാണ് എൻ്റെ വിശേഷങ്ങൾ. ടാറ്റ ബൈ ബൈ. ഓക്കേ, സീ യു.